ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. എത്ര കുടിച്ചാലും മതി വരാത്ത നല്ല ക്രീമി ആയിട്ടുള്ള ക്യാരറ്റ് ഗീറാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം വട്ടത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് മിക്സർ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിത് മിക്സർ ചെറിയ ജാറൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുരു കളഞ്ഞിട്ടൊരു 8 ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 12 ബദാമും 6 അണ്ടിപ്പരിപ്പും ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോഴത്തെ പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു പൊരിഞ്ഞ വേനൽ ചൂടിലൊക്കെ വളരെയേറെ ഹെൽപ്ഫുൾ ആവുന്ന നല്ല രുചികരവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഗീർ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ കണ്ടോ, നല്ല പോലെ തിളച്ച് ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ പോകുന്നൊരു പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന കാരക്കയും അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് തിളച്ചിട്ടൊന്ന് കുറുകി വരണം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് ഓപ്ഷണലാണ്, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3/4 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗീർ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റ് ഗീർ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിൻ്റെ ചൂടൊക്കെ പെട്ടെന്നൊന്ന് പോകാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ കളർ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ, കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ കുടിക്കാനും അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾക്കിത് ഇളം ചൂടോടെ തന്നെ കുടിക്കാം, അതും അല്ലെങ്കിൽ തണുപ്പിച്ച് കുടിക്കാവുന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ്. ഒരിക്കൽ നിങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗീറാണിത്. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ക്യാരറ്റ് ഗീർ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.